ഈ കറി ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെക്കണം സൽമാത്ത. വേണ്ടടി, അതടച്ചിട്ടേ ആ ടേബിൾ മുക്ക് തന്നെ വെച്ചാളെ. അവിടെ ഇനി വല്ല പാത്രങ്ങളും മോറാണ്ടതിലുവോ? ഇല്ല സൽമാത്ത, ഇവിടത്തൊക്കെയാണ് കൊടുക്കണേ. കുഞ്ഞോളെ, അന്റെ ഫോൺ അടിക്കണ്ടത് തോന്നണേ. ആ, എന്റെ ഫോണോ? ഞാനിപ്പോ വരട്ടെ സൽമാത്ത. ആ, ആരെ വിളിക്കണെന്നാവില്ല സൽമാത്ത. ആരിസാക്ക് അങ്ങനെ ആവുമോ? അങ്ങനെ ആയാൽ മതിയായിരുന്നു എന്റെ പൊന്നാര മോളെ. ചിലപ്പോ ആയിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ. പഠിച്ചോനെ, ആരിസ്ക. ഹലോ ആരിസ്ക. ഹലോ, സുഖമാണോ പെണ്ണാക്ക്? ആരിസ്ക എന്താ ചോദിച്ചേ? സുഖാണോന്നോ? സുഖാണ് ആരിസ്ക. ഇത്രയും ദിവസമൊന്നും സന്തോഷം സുഖം എന്താന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പൊ ഈ നിമിഷം എനിക്ക് സ്വർഗതുല്യ സുഖാണ്. നമ്മളെ കുട്ടിക്കോ സുഖല്ലേ? കുട്ടിക്ക് സുഖാണ് ആരിസ്ക. എന്റെ കുട്ടിയുടെ ഒപ്പാന്റെ ആദ്യത്തെ വിളി കേൾക്കല്ലേ, സന്തോഷായിട്ടുണ്ടാവും. സൽമാത്ത, ആർസിക്കനെ വിളിക്കണത്. അവർ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. തന്നെ ഇന്നാ പിന്നെ ഇജ്ജ് ഇങ്ങോട്ട് പോരെ. കരഞ്ഞിട്ടോ പറഞ്ഞിട്ടോ എങ്ങനെയാച്ചാ ഓരോ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് തീർത്തോട്ടെ. ഇത് കൊടുക്കണ എല്ലാവർക്കും സലാമത്തായി കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ ഉറപ്പേ. ആവും സൽമാത്ത നോക്കിക്കോ. അവൾ ആ ഫോൺ വിളി കഴിഞ്ഞ് വരുമ്പോഴേ സന്തോഷത്തോടാവും വരുന്നുണ്ടാവുക. അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും നമ്മൾ രണ്ടാളും ഇപ്പം ആ വൈക്കൊക്കെ പോണ്ട. ഓല് പരസ്പരം പറഞ്ഞും കരഞ്ഞും ഒന്ന് മനസ്സ് തുറക്കട്ടെ. ആരിസ്കാക്ക് പിന്നോട് ദേഷ്യമൊന്നും തോന്നണില്ലേ? ദേഷ്യത്തെക്കാൾ കൂടുതൽ എനിക്ക് സങ്കടമായിരുന്നു. നിന്നെ അത്രയും സ്നേഹിച്ച എന്നോട് നീ ഈ പറഞ്ഞ കള്ളങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് നിയന്ത്രണം വിട്ടുപോയി. അറിയാം ആരിസ്ക, തെറ്റ് മുഴുവൻ എൻ്റെ ഭാഗത്താ. പറ്റിപ്പോയി. പടച്ചോനാണ് ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവൂല. ആരിസ്ക, എനിക്ക് ഒരിക്കൽ കൂടി മാപ്പ് തരണം. ഈ വാക്ക് എനിക്ക് വിശ്വസിക്കാവോ? ആരിസ്കാക്ക് എന്നെ വിശ്വസിക്കാം. ഞാൻ കാരണം